പക്ഷേ ഈ 9 വർഷത്തിൻ്റെ ഇടയിൽ ഒരു ക്ഷേത്രം വരെ ഇന്നേ വരെ പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഒരു ക്ഷേത്രം അണ്ടർ മോഡി ഞാൻ പിന്നെ മോദിയെ പേരെടുത്തുകൊണ്ട് ഞാൻ പിന്നെ അതിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അതെ 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 ഞാനത് അദ്ദേഹത്തിൻ്റെ പേരെടുത്തുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ബിക്കം എ ഡെഡ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ ഡാർക്ക് ഏജ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സൗദി അറേബ്യയിലെ കിങ്ങൊന്നും പിന്നെ ഇസ്ലാമിലെ പിന്നെ ഈ മൈത്തോളജി ഒരു സയൻസ് കോൺഫറൻസ് പോയി പറയില്ല. പക്ഷെ മോദിജിയാണെങ്കിൽ അവിടെ സയൻസ് കോൺഫറൻസ് പോയിട്ട് നമുക്കൊന്ന് സർജറി അറിയാമെന്ന് പറഞ്ഞു കളഞ്ഞു. തോന്നാറുണ്ട്, എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഞാനൊരു കോൺഗ്രസ് ഞാൻ കോൺഗ്രസ് ഒന്നുമില്ല. ഞാൻ അവരെ മീറ്റിങ്ങിലും പോകാറില്ല. എനിക്ക് പിന്നെ പലപ്പോഴും അവർ വിളിക്കും, പക്ഷേ അതിൽ പോകാറില്ല. അയ്യോ അത് ഉപരാഷ്ട്രപതി അവരെത്രയോ ആളുകളാക്കും. നമുക്ക് അങ്ങനത്തെ ഇതില്ല. ഞാൻ കൂടുതൽ കോൺഗ്രസ്സുകാരനായേക്കാം എന്നുള്ള കാരണം കോൺഗ്രസ് മനോഭാവം ലിബറൽ മനോഭാവമുള്ളത് കൊണ്ടാണ്. അതിലല്ലാതെ പിന്നെ കോൺഗ്രസ്സുകാരനാവുക എന്നുള്ള പാർട്ടി കോൺഗ്രസ് അല്ല, അല്ലാതെ. ഇപ്പോൾ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, ഞാനെന്ന ഭാരതീയ പുസ്തകം കുറേയേറെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയല്ലോ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ASI ഒരു ഡെഡ് സ്റ്റേറ്റിലാണ് എന്ന് താങ്കൾ പറഞ്ഞു 2014 ശേഷം. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിയാണ്, ഇവർ വന്നതിന് ശേഷവും എക്സ്കവേഷൻ നടക്കുന്നില്ല എന്നാണ്. എന്താണ് അത് മാത്രം? സാറ് ഇംഗ്ലീഷ് വെർഷൻ വായിച്ചില്ലല്ലോ? ഇല്ലല്ലേ? അതിലാണ് ഞാൻ പിന്നെ മോദിയെ പേരെടുത്തുകൊണ്ട് ഞാൻ പിന്നെ അതിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. വിശദീകരണം ചോദിക്കുമെന്ന് യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ 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 അതിലാണ് എൻ്റെ ഇതാക്കുന്നുള്ളത്. ഞാനത് അദ്ദേഹത്തിൻ്റെ പേരെടുത്തുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ബിക്കം എ ഡെഡ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ ഡാർക്ക് ഏജ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ 10 years ഓഫ് BJP ആണ് ഡാർക്ക് ഏജ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ കാരണം, ഞാൻ പിന്നെ ഈ ചമ്പൽ കാടുകളിൽ അവിടെ ചമ്പൽ കൊള്ളക്കാരോട് കൂടെ നിന്നുകൊണ്ട് നിർഭയ് സിംഗ് ഗുജ്ജർ എന്ന് പറഞ്ഞാൽ ദന്തേവാഡയിൽ അത് നക്സൽ ഗ്രൂപ്പ്സാണ്. അപ്പം അവരുടെ കൂടെ നിന്നുകൊണ്ട് ഇത് കൊള്ളക്കാർ വലിയ ചമ്പൽ കൊള്ളക്കാർ ചമ്പലിലെ നിർഭയ് സിംഗ് ഗുജ്ജർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരെ കൂടെ നിന്നുകൊണ്ട് ഒരു 80 ക്ഷേത്രങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുള്ള, റിപ്പയർ വർക്കല്ല, തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു ഭൂമി ഉലകത്തിൽ തകർന്ന് 80 ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു. ഇവരെ വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് ക്ഷേത്രങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പം ഇവർ ക്ഷേത്രങ്ങളെ പിന്നെ പുനരുദ്ധാരണത്തിന് മുമ്പിലുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഈ 9 വർഷത്തിൻ്റെ ഇടയിൽ ഒരു ക്ഷേത്രം വരെ ഇന്നേ വരെ പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഒരു ക്ഷേത്രം അണ്ടർ മോഡി. അപ്പോൾ അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വർക്ക് നടത്തുന്നുണ്ട്. പക്ഷേ അത് ഇൻഫോസിൽ സുധാനാരായണ മൂർത്തി ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് അവർ ഇത് പറഞ്ഞു, പിന്നെ ഐ വുഡ് ലൈക്ക് ടു സീ ദ മോണ്യുമെൻ്റ് അലോങ് വിത്ത് യു എന്ന് പറഞ്ഞു. ഞങ്ങൾ 4 ദിവസം ഞാൻ അവരുടെ കൂടെ ഉണ്ടായത് കാണിച്ചു കൊടുത്തു. ആൻഡ് ഷി വാസ് ഹൈലി ഇംപ്രസ്ഡ് ബൈ ദ കൈൻഡ് ഓഫ് വർക്ക് വി ആർ ഡൂയിങ്. അങ്ങനെ അവരൊരു 4 കോടി രൂപ തന്നു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ മോദി പിന്നെ പീരീഡിൽ ഒന്നും നടന്നിട്ടില്ല. അത് ഞാൻ പിന്നെ പത്രത്തിൽ കൊടുത്തു, പുസ്തകത്തിലുണ്ട് കേട്ടോ, പത്രത്തിൽ കൊടുത്തു. അത് PTI ആണോ UNI ആണോ വർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം മിനിസ്റ്ററോട് ചോദിച്ചാലും, പിന്നെ മഹേഷ് ശർമ്മ എന്ന് പറഞ്ഞ മിനിസ്റ്ററായിരുന്നു, അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല അവർ. അതെ അതെ കൊറാബറേറ്റ് ശരിയാണ്. അത് അതെ മുസ്ലിമായിട്ടാണത് ഒന്നത്. പിന്നെ വേറെ പിന്നെ വേറെ കുറേ വാദങ്ങളുണ്ടല്ലോ. പിന്നെ താജ്മഹൽ വാസ് പിന്നെ ഹിന്ദു പാലസ് എന്നല്ലേ. അതിന് പിന്നെ എൻ്റെ പുസ്തകത്തിൽ ഞാനൊരു ഒരു ചാപ്റ്റർ താജ്മഹലിനെയും പിന്നെ ഇതും പിന്നെ കുത്തബ് മിനാറിനെയും കാണിച്ചുകൊണ്ട് ഇതൊന്നും ഹിന്ദു സ്ട്രക്ചേഴ്സ് അല്ല, ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞ അതിൻ്റെ കീഴുള്ള പിന്നെ മുറികൾ അതൊക്കെ ഞാൻ പോയിട്ട് തുറന്ന് കണ്ടതും അത് ഇൻസ്പെക്റ്റ് ചെയ്തതുമാണ്. അതിൻ്റെ പുറമെ ഇത് 11ാം പിന്നെ സെഞ്ചുറിയിലുള്ള ക്ഷേത്രങ്ങളാണ് എന്നുള്ളതിന് യാതൊരു തെളിവുകളുമില്ല. പക്ഷേ ഇത് മുഴുവനും 16ാം സെഞ്ചുറി, അത് ഷാജഹാൻ്റെ കാലത്തല്ലാതെ അക്ബറിൻ്റെ കാലത്തേക്ക് വരെ നമുക്ക് പിറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല.
അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഓരോ പിന്നെ അതിൻ്റെ ആർച്ചുകളും അതിൻ്റെ ഡോമുകളും അതിൻ്റെ മിനററ്റുകളും എന്ന് പറഞ്ഞിട്ട് എണ്ണിയിട്ട് ഇവർക്ക് മറുപടി നൽകുന്നുണ്ട്. അതും ഇതേപോലെ ആൾക്കാർ മനസ്സിലാക്കാറില്ല. ഞാൻ എന്നെ ഒരു പുതിയൊരു മുസ്ലിം വിരോധിയായിട്ടുള്ള ഹിന്ദു പക്ഷക്കാരനായിട്ടാണ് മനസ്സിലാക്കാറുള്ളത്. Modi was not interested in reviving temples, but he is showing active interest in Ayodhya temple. That means he has some ulterior motive. He is not actually worried about Hindu temples. Very clear, because he is not at all worried about the ransacked temples or the destroyed temples, but he is actually showing keen interest in Ayodhya temple. That means it's a political project. പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആണെന്നുള്ളത് അവർ സമ്മതിക്കുന്നത് തന്നെയാണല്ലോ, നമ്മൾ മാത്രമല്ല. അവർക്ക് അത് വലിയൊരു ഹിന്ദുവിടെ ആരാധന സംരക്ഷിക്കുക അങ്ങനെയല്ല, അതൊരു അങ്ങനെയുള്ളതാണ് സാറ് പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ 60 ക്ഷേത്രങ്ങള് പുനരുദ്ധരിക്കാൻ അവരെന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നത്? അവര് അയോധ്യയിലേക്ക് കാണിക്കണമെങ്കിൽ അത് അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. ശരിയാ. Can we say that Modi's interest in Ayodhya is not religious but political? അല്ല, അങ്ങനെ ഞാൻ പറയില്ല. ഇത് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സാണ്. ഉണ്ടാവുന്നത് അല്ല, നമുക്ക് റിലീജിയസ് ആവണമെന്നില്ല, നമുക്ക് സാംസ്കാരികമായിട്ടുള്ള പിന്നെ എത്രയോ രൂപത്തിലെടുത്താൽ മതി. നമ്മൾ എന്തിനാണ് അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടാവാതെ ഒരിക്കലും പിന്നെ നിൽക്കില്ലല്ലോ. അവർ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് അവർക്ക്. എന്നാലേ അവർക്ക് അതെ തീർച്ചയായിട്ടും രാമന്റെ പേരിൽ ഒരു അമ്പലം ഉണ്ടാവുക, അതൊരു തീർത്ഥാടന കേന്ദ്രമാവുക എന്നുള്ളത് എപ്പോഴെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ചോദ്യം വളരെ ശരിയാണ്. പക്ഷേ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, പൊളിറ്റിക്കലി ആണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നത്. ഇപ്പം അത് മാത്രമല്ല, ഇതിൽ തകരാറുകൾ ഞാൻ കാണുന്നത് ഇപ്പോൾ ഹിന്ദു മതത്തിൽ ഇതിൻ്റെ റിയാക്ഷൻസ് തുടങ്ങിയതിന് ശേഷം അവർ വല്ലാതെ ക്ലെയിം വരുന്നുണ്ട്. നമ്മളെ പുഷ്പവിമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് പഠിപ്പുള്ള ആൾക്കാർ. പിന്നെ സർജറി നമുക്കറിയാമായിരുന്നു. അത് ഇപ്പോൾ സൗദി അറേബ്യയിലെ കിങ്ങൊന്നും പിന്നെ ഇസ്ലാമിലെ പിന്നെ ഈ മൈത്തോളജി ഒരു സയൻസ് കോൺഫറൻസ് പോയി പറയില്ല. പക്ഷേ മോദിജിയാണെങ്കിൽ അവിടെ സയൻസ് കോൺഫറൻസ് പോയിട്ട് നമുക്കന്ന് സർജറി അറിയാമെന്ന് പറഞ്ഞു കളഞ്ഞു. അതേപോലെ തന്നെ പിന്നെ അന്ന് നമുക്ക് ഇൻ്റർനെറ്റ് അന്നുണ്ടായിരുന്നു എന്നില്ല. ഇങ്ങനെയുള്ള കുറേ ഒരു പിന്നെ ഹിന്ദുയിസം പിടിവിട്ടു പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നുന്ന രൂപത്തിൽ ഞാൻ പല ആൾക്കാരോടും എൻ്റെ പല ഇതിലും പോഡ്കാസ്റ്റിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു രൺവീർ അലബാദി എന്ന് പറഞ്ഞ ഒരു 32 ലക്ഷം ആൾക്കാർ ഒരു 6 മാസത്തിന് ശേഷം ഉള്ളിൽ കണ്ടു. ഇന്ത്യയിലാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഈ കാര്യം കണ്ട് പിടിവിട്ട് പോകുന്നുണ്ട്. അത് എൻ്റെ പേരൊക്കെ മിസ്യൂസ് ചെയ്യാറുണ്ട്. അത് പിന്നെ ഇതിൻ്റെ ഒരു ശിവൻ്റെ പിന്നെ പ്രതിമ കിട്ടി, അത് 28,000 വർഷം മുമ്പ് ആണ് എന്ന് ഞാൻ അവകാശപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കളവ്. ഇപ്പം ഇങ്ങനെയുള്ള കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ ധാരാളം ഹിന്ദുക്കളുടെ ഇടയിലും വരുന്നുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ ഈ ഹിന്ദു വളരെ വിശാലമനസ്കരായ ഹിന്ദു ഇപ്പോൾ എവിടെയുള്ളത്? അല്ല, ഇപ്പോഴും ഉണ്ട്. ശരിയാണ് നിങ്ങൾ ചോദിച്ചു. പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാ മതങ്ങളെയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഹിന്ദു ഫാർ ബെറ്ററാണ്. ഒരു വികാരത്തിന് വേണ്ടി ചിലപ്പോൾ അങ്ങനെ പുറത്ത് വന്നേക്കും, പക്ഷെ പിന്നീട് അവൻ തണുത്ത് തിരിച്ചെത്തും. മറ്റേത് അങ്ങനെയല്ല. ഇപ്പോൾ സെമിറ്റിക് റിലിജൻസ് അങ്ങനെയല്ല. സെമിറ്റിക് റിലിജൻസ് അതിൻ്റെ ഒറിജിനൽ ഇത് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അവർ തയ്യാറല്ലല്ലോ. ഈ വിശാല ഹിന്ദു ഉള്ളപ്പോഴാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ കമ്മ്യൂണൽ ആക്ട് നടക്കുന്നത് 92-ൽ. എങ്ങനെ വിശാല ഹിന്ദു, താങ്കൾ പറഞ്ഞ വിശാല ഹിന്ദു ഉള്ളപ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ കമ്മ്യൂണലി വോളറ്റൈലായുള്ള ഒരു സിനാറിയോയിലേക്ക് പോകുന്നത്. ശരിയാണ്. Again, my question is coming back to Gyan Vapi. The moment you say that Gyan Vapi should be handed over to Muslims, നേരത്തെ മനോജ് ചോദിച്ചതുപോലെ would you be giving an indication, അതായത് അടുത്തൊരു ബാബറി മസ്ജിദിലേക്ക് നയിക്കുകയല്ലേ? അല്ല, അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ ആദ്യം അറിയാം ഈ 3 സ്ഥലത്തിൽ കുറഞ്ഞതിലൊന്നും നിൽക്കില്ല എന്നുള്ളത്. നമുക്ക് ഹിന്ദു വികാരങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഈ 3-ൽ കുറഞ്ഞതിലും എവിടെയും നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇനിയും പ്രൊവോക്ക് ചെയ്യാതെ ആ പോയിന്റിൽ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
മൂന്ന് കൊണ്ട് നിൽക്കുമോ? എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദുമതത്തിന് അധികമൊന്നും പ്രകോപിക്കാൻ പറ്റില്ല. ഒരു പ്രകോപനം കഴിഞ്ഞു, അത് വളരെ റീസണബിളായിരുന്നു. 2, 3 അതോടുകൂടി ഹിന്ദു കമ്മ്യൂണിറ്റി നിൽക്കും. അവരധികമൊന്നും അങ്ങനെ പിന്നെ പോകില്ല.